നമസ്കാരം, ഞാൻ കനുഗീത. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പോം-പോം. അതായത് വൂളൻ യാൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡെക്കറേഷൻസിനും ഉപയോഗിക്കുന്ന സാധനമാണ് പോം-പോം. അതിങ്ങനെ മൾട്ടി കളറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലെയറുകളായിട്ടോ സിംഗിൾ കളറായിട്ടോ 50-50 രണ്ട് കളർ അങ്ങനെ വന്നിട്ടോ അല്ലെങ്കിൽ ബാക്കി വന്ന യാണൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മൾട്ടി കളറായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് പല സൈസസിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതിനെ കുറച്ച് ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്ന കുറച്ച് സ്ക്രാപ്പ് യാണാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് ഏത് തരത്തിലുള്ള യാൺ വേണമെങ്കിലും ഉപയോഗിക്കാം. ആക്രിലിക്കോ അല്ലെങ്കിൽ കോട്ടണോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഫിനിഷിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വേണ്ടത് 2 സൈസിലുള്ള 2 സ്കെയിലാണ്. ഇത് 2 സൈസിലുള്ള പോം-പോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പെൻസിൽ, അത് ഒരു ചെറിയ പോം-പോമിൻ്റെ സൈസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കത്രിക. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ നടുവിലൂടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. സ്കെയിലിനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ നമുക്കിതിനകത്തൊരു കെട്ടിട്ട് വയ്ക്കാൻ പറ്റും. ഈ യാൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോം-പോം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനെ നടുവിലൂടെ ഒന്ന് കെട്ടാൻ പോകുന്നത്. ഈ യാൺ ഉപയോഗിച്ചിട്ടാണ്. അതിനാണ് നടുവിലൂടെ ആദ്യമേ തന്നെ ഇത് കെട്ടി വെക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. പലവരും പല രീതിയിലും ചെയ്യാറുണ്ട്. പോം-പോം മേക്കർ വെച്ചിട്ട് ചെയ്യാറുണ്ട്, പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യാറുണ്ട്, 2 കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിതിന് പകരം നമ്മുടെ വിരലിൽ 2 വിരലിൽ ചുറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, 1 വിരലിൽ ചുറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്കിഷ്ടമുള്ള സൈസിന് വേണ്ടി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു കഷ്ണം പേപ്പർ മടക്കി വെച്ചിട്ട് അതിൽ ചുറ്റിയിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ഇത് ടൈറ്റായിട്ട് കെട്ടുന്നത്. മറ്റേ സൈഡ് അഴിഞ്ഞു പോകാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കെട്ടുമ്പോഴേക്കും ഇത് ട്വിസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ കെട്ട് നമ്മൾ കെട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കെട്ടിയിരുന്നാൽ മതി. ആ യാണ് ട്വിസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കെട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ടൈറ്റായിട്ട് കെട്ടി വെക്കേണ്ടുന്ന സൈഡ്. ഇത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കെട്ടേണ്ടതുണ്ട്. അത് നമുക്കിതിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നടുവിലൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടാം. ഇത് ആ കെട്ടിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ കെട്ടിടാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസായി പോകും. ഇനി നമ്മളിതിനെ നടുവിലൂടെ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ആ കെട്ടിയ യാണാണ് ഇപ്പോൾ ഈ അഴിച്ചെടുത്ത് കളഞ്ഞത്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കും. ഇതിനെ വട്ടത്തിൽ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് പോസിലും ഇതിനെ വീണ്ടും ഒന്ന് വട്ടത്തിലേക്ക് ആക്കി ഇങ്ങനെ 2-3 പ്രാവശ്യം വെട്ടി കഴിയുമ്പോഴേക്കും അത് കൃത്യമായിട്ടും ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടിക്കൊള്ളും. ഇത് നമുക്ക് വളരെ തിക്കായിട്ട് വേണമെങ്കിൽ കൂടുതൽ യാൺ ഉപയോഗിക്കേണ്ടി വരും. ഞാനിത് ഒരു 200 പ്രാവശ്യമാണ് ആ സ്കെയിലിൽ ചുറ്റിച്ചെടുത്തത്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് പോം-പോം റെഡി. ഇനി അടുത്ത് 2 കളറിൻ്റേതാണ് കാണിക്കാൻ പോകുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കെയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ആദ്യം ഒരു കളറ് ഇതിൻ്റെ ഹാഫ് പോർഷനിൽ ചുറ്റിച്ചിട്ട് ബാക്കി പോർഷനിൽ രണ്ടാമത്തെ കളറ് ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 50-50 2 കളറിൽ കിട്ടും. ഇത് ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ യാണിനെ 4ആയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100 പ്രാവശ്യം ചുറ്റുന്നതിന് പകരം 25 പ്രാവശ്യം ചുറ്റിയാൽ മതിയാവും. ഇനി ഇതുപോലെ തന്നെ അടുത്ത കളറും ഇതിൻ്റെ അടുത്തായിട്ട് ചുറ്റിക്കുക.
ഞാനിതിൽ ഇനി ബ്ലാക്ക് കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ബ്ലാക്കും 25 ടൈംസ് 4 യാണിൻ്റെ ഒരുമിച്ച് വെച്ചിട്ട് 25 ടൈംസ്, അതായത് 100 ടൈംസ് ആണ് ഓരോന്നും നമ്മളിതിൽ ചുറ്റിച്ചിട്ടുള്ളത്. ഇതിനെയും അതുപോലെ തന്നെ സർക്കിളാക്കിയിട്ട് വെട്ടിയെടുക്കുക. ഇനി ഇതിന് സൈഡിൽ നിന്നും കൂടെ ഒന്ന് സർക്കിളാക്കിയിട്ട് അങ്ങനെ കൂടെ വെട്ടുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഒരു ബോളായിട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൻസിലിൽ, അതായത് കുറച്ചുകൂടി ചെറിയത്, ഞാനിത് 3 സൈസസും 3 പാറ്റേണും എങ്ങനെയാണെന്നാണ് ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നടുവിൽ ഒരു കളറ്, 2 സൈഡിൽ 2 കളർ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം നമ്മളതിൽ ഒരു ബ്ലാക്ക് യാൺ ചുറ്റിയെടുത്തു. ഇനി അതിൻ്റെ മേലെയായിട്ട് അടുത്ത കളറ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈ 2 കളർ യാൺ, ഇപ്പം 4 യാൺ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് 4 കളർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 കളർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ 2 കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ഇതിലെ 2-3 സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഏതെങ്കിലുമൊക്കെ യാണിൻ്റെ ബാക്കിയുള്ളതെല്ലാം കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് മറ്റേതുപോലെ 2 കെട്ടിട്ടിട്ടില്ല, അപ്പോൾ അതിന് വേറൊരു സൂത്രമുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതിനെ നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതിനെ കെട്ടിയാൽ മതിയാവും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ട്വിസ്റ്റായി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇപ്പുറത്തെ സൈഡിലൊരു കെട്ടുകൂടെ ആദ്യത്തേതിലൊക്കെ ഇട്ട് കൊടുത്തത്. ഇത് ആ കെട്ട് ടൈറ്റായിട്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അടുത്ത കെട്ട് ഇട്ട് കൊടുക്കാൻ, അതല്ലെന്നുണ്ടെങ്കിൽ അത് ലൂസായി പോകും. ഇത് മാത്രമാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഈ 2 പീസിൻ്റെ കാർഡ്ബോർഡ് വെട്ടിയിട്ടും അല്ലെങ്കിൽ പേപ്പറിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. ഈ ലൂസായി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. തിരിച്ചും മറിച്ചുമൊക്കെ റൗണ്ടിലേക്ക് ആക്കിയിട്ട് വെട്ടാം. നന്നായിട്ട് ട്രിം ചെയ്ത് കഴിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടും. എന്തെങ്കിലുമൊക്കെ കളർ തീം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മളിത് വെട്ടിക്കഴിയുമ്പം ഇതിൻ്റെ ഈ ടവലിലൊക്കെ അത് നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ എത്ര പറിച്ചെടുത്താലും വരില്ല. അത് ക്ലീൻ ചെയ്യാനുള്ളൊരു വഴി കൂടെ ഞാനൊന്ന് കാണിച്ചു തരികയാണ്. ഇങ്ങനെ നമ്മളൊരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കോതി എടുത്താൽ അത് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ വൃത്തിയായി കിട്ടും. ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ പോം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ഡിസൈനുമായി ഞാൻ ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.